പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം 2025-26, 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം 2025-26 ഇതിൻ്റെ അഡ്മിഷൻ ഷെഡ്യൂൾ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രകാരം ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് ജൂൺ 13-നാണ്. ഈ വരുന്ന ജൂൺ 13-ന് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. അതുപോലെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന തീയതി, ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 17-ആണ്. ഇനി എന്തെങ്കിലും ഡിഫക്ട്സുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ 18-ആണ്. ജൂൺ 18 വരെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താവുന്നതാണ്. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് ജൂൺ 19-നാണ്. അപ്പോൾ ജൂൺ 19-നാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഫീസ് അടക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 24/6/2025-ആണ്. അപ്പോൾ ജൂൺ 24 വരെ ഈ പറഞ്ഞ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഫീസ് അടക്കാനുള്ള ഡേറ്റ് ഉണ്ട്. ദെൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ജൂൺ 25-നാണ്. ജൂൺ 25. ദെൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ഫീസ് അടക്കാനുള്ള തീയതി എന്ന് പറയുന്നത് ജൂൺ 26, ജൂൺ 27. അപ്പോൾ ജൂൺ 27 വരെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ഫീസ് അടക്കാവുന്നതാണ്. അതിനുശേഷം കോളേജുകളിലുള്ള അഡ്മിഷനാണ്. അപ്പോൾ കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് പോകേണ്ട ഡേറ്റാണ് ഇനി പറയുന്നത്. BSc BCA കോഴ്സുകൾ ആണെങ്കിൽ ജൂൺ 27, 28 തീയതികളിലാണ് കോളേജിൽ അഡ്മിഷൻ പ്രോസസ്സ് ഉണ്ടാവുക. BCom ആണെങ്കിൽ ജൂൺ 30, ജൂലൈ 1 തീയതികളിലായിരിക്കും. BA കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ ജൂലൈ 2 മുതൽ 4 വരെയാണ് BA കോഴ്സുകളുടെ അഡ്മിഷൻ പ്രോസസ്സ് കോളേജുകളിൽ നടക്കുക. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1-നായിരിക്കും. ജൂലൈ 1-ന് UG കോഴ്സുകൾ, ഡിഗ്രി കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഇനി എന്തെങ്കിലും ഡിഫക്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷനിൽ, അതേപോലെ പുതുതായിട്ട് ഇതിൽ പെടാത്ത ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലൊന്നും കിട്ടാത്ത ആളുകൾക്ക് ഫ്രഷ് ആപ്ലിക്കേഷൻസ് കൊടുക്കാവുന്നതാണ്. ജൂലൈ 5 മുതൽ ജൂലൈ 8 വരെ ഫ്രഷ് ആപ്ലിക്കേഷൻസ് കൊടുക്കാം. അതുപോലെ തെറ്റ് തിരുത്താനുള്ള അവസരമുണ്ട്. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 14-നാണ്. ജൂലൈ 14-നാണ് തേർഡ് അലോട്ട്മെൻറ്റ് വരിക. തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ഫീസ് അടക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 15 മുതൽ ജൂലൈ 17 വരെ എന്ത് ചെയ്യാം, തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ഫീസ് അടക്കാം. പിന്നെ SC ST PWD കാറ്റഗറിയിൽ വന്നിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ഫ്രഷ് ആപ്ലിക്കേഷൻസ് കൊടുക്കാനുള്ള അവസരമാണ് ജൂലൈ 18 മുതൽ 19 വരെ. അതേപോലെ ഈ SC ST PWD കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള അലോട്ട്മെൻറ്റ് കോളേജുകളിൽ നടക്കുന്നത് ജൂലൈ 21-നായിരിക്കും. അതേപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ഫീസ് അടക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 22 മുതൽ 23 വരെ. അപ്പോൾ ജൂലൈ 23 വരെ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ഫീസ് അടക്കാം. അപ്പോൾ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ജൂലൈ 1-ന് ക്ലാസ് തുടങ്ങും എന്നാണ് പറയുന്നത്. അതേപോലെ സ്പോട്ട് അഡ്മിഷൻസ് പറയുന്നുണ്ട്. കോളേജ് ലെവലിലുള്ള സ്പോട്ട് അഡ്മിഷൻസ് 25, 26 തീയതികളിൽ നടക്കും. അതിൻ്റെ ഫീസ് അടക്കാനുള്ള ഡേറ്റ് 29-ആണ്. ജൂലൈ 29-ന് അതിൻ്റെ ഫീസ് അടക്കാം. അതിനുശേഷം അതിനും കിട്ടാത്തവർക്ക് വീണ്ടും സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്. 28, 29-ൽ കോളേജിൽ ലെവലിൽ തന്നെ കോളേജിൽ പോയിട്ട് സ്പോട്ട് അഡ്മിഷൻ എടുക്കാം 28, 29 തീയതികളിൽ. അതിൻ്റെ ഫീസ് അടക്കാനുള്ള ഡേറ്റാണ് 30, അതേപോലെ തന്നെ 31. അപ്പോൾ ഇങ്ങനെ 2-3 സ്റ്റേജായിട്ട് സ്പോട്ട് അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 22 വരെ എന്ത് ചെയ്യാം, ഈ അഡ്മിഷൻ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ 22 ഓഗസ്റ്റിൽ ഈ അഡ്മിഷൻ പ്രോസസ്സ് ക്ലോസ് ചെയ്യും. അതേപോലെ കോഴ്സ് രജിസ്ട്രേഷൻ, ഈ പറഞ്ഞ ഡിഗ്രി രജിസ്ട്രേഷൻ അവസാനിക്കുന്നത്, ആ കോഴ്സിൻ്റെ രജിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 31-ആണ്. അപ്പോൾ ഓഗസ്റ്റ് 31 വരെയാണ് കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി. അപ്പോൾ ഇങ്ങനെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.